ഹായ്. അപ്പം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് ഞാൻ പണിയൊക്കെ കഴിഞ്ഞ് വന്ന് ഈ നേരമായിട്ടോ. ഞാൻ വന്നപ്പോൾ തന്നെ നേരം വഴുകി. ഇവിടെ അടുത്തൊരു ഉത്സവമുണ്ട്, ഒരു കാവിലാണ്. അവിടെ ഒരു വഴിപാടൊക്കെ കൊടുക്കാണ്ട്. അപ്പം നമ്മളെ എല്ലാ ഉത്സവം പോലെയല്ല അവിടുത്തെ ഉത്സവത്തിന് പ്രത്യേകതയാണ്. അതെ, അവിടുത്തെ ഉത്സവത്തിനൊക്കെ ഒരു പ്രത്യേകതയാണ്. അവിടുത്തെ കോമരങ്ങളും കാണുമ്പോൾ ഒരു പ്രത്യേകതയാണ്. സ്ഥലവും എല്ലാം കാണുമ്പോൾ കാവാണ്. അപ്പോൾ അവിടെ ചെല്ലുമ്പോ അറിയാം അവിടുത്തെ ഇതെന്താണെന്നുള്ളത്. അതെ, അപ്പൊ ഞങ്ങൾ എന്തായാലും അങ്ങോട്ട് പോവാൻ സംഭവം നല്ല ആവേശത്തിലാണ് കുഞ്ഞോള്. അവിടുത്തെ ഞാൻ കുറെ നേരമായി മാറ്റിക്കണു, ആവേട്ടം വരാൻ കാത്തുന്നു. അതെ, അപ്പൊ കുറെ നേരമായിട്ട് എന്നെ വിളിച്ച് ഇതാക്കുന്നേ. അപ്പൊ എന്തായാലും ഞങ്ങൾ പോണം. അവിടെ ചെല്ലുമ്പോഴാണ് ഞങ്ങൾക്ക് അതിന്റെ ഒരു പ്രത്യേകതകൾ അറിയാം. അവിടുത്തെ ഇത് കുറയിലും കാര്യങ്ങളൊക്കെ ഒരു പ്രത്യേകതയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് അങ്ങോട്ട് പോയാലോ. ഇനി എല്ലാം അവിടെ എത്തിയിട്ട് കാണാം. ബാക്കി വിശേഷങ്ങളൊക്കെ ഇനി അവിടെ എത്തിയിട്ട് കാണാം. അപ്പം ഞങ്ങൾ കാവിലെത്തി. കുഞ്ഞോളെ ഞാൻ താഴെ നിർത്തിയിട്ട് ഇങ്ങോട്ട് മേലേക്ക് കയറി വന്ന കേട്ടോ. ഇങ്ങോട്ട് പെണ്ണുങ്ങൾക്ക് പ്രവേശനമില്ല, അതുകൊണ്ട് കുഞ്ഞോളെ ഞാൻ താഴെ നിർത്തി ഇങ്ങോട്ട് പോകുന്നതാണ്. അതാ ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഓരോ ഒരുക്കങ്ങളൊക്കെ നല്ല രസമാട്ടോ കാണാൻ, ഒരു പ്രത്യേക രീതിയാണ്. ഇതാണ് താഴെ കാവ്. അതാ ഒരുക്കങ്ങളൊക്കെ ഏറെക്കുറെ കഴിയാനായി. കാണാൻ നല്ല രസമല്ലേ. ഓരോ കൽപ്പന നമുക്ക് മനസ്സിലാവില്ല കേട്ടോ. ഓരോ ഭാഷ വേറെയാണ്, അത് നമുക്ക് മനസ്സിലാവില്ല. അത് തർജ്ജമ ചെയ്ത് തരാനും വേറെ ആളുണ്ടാവും. കപ്പലുണ്ടാക്കിയാലും ഉപ്പാട് പത്ത് വെച്ച് വെക്കുന്നതല്ല. അപ്പൊ തന്നെ നമ്മളെ കുഞ്ഞോള് ഇന്ന് താഴേക്കാവിൽ തൊഴാൻ പോയതാണ് കേട്ടോ. സംഭവം അവിടെ നിക്കണണ്ടില്ല നിങ്ങള്, ഉള്ളില് നല്ല പേടിയുണ്ട് മുപ്പത്തേർക്ക്. അതാ നമ്മൾ കൊണ്ടുവന്ന വഴിപാട് എണ്ണയും ചന്ദനത്തിരിയും കോഴിമുട്ടൊക്കെ അവിടെ കൊടുക്കാൻ കേട്ടോ. കണ്ടില്ലേ, നല്ല പേടിയുണ്ട് ഉള്ളില്. സംഭവം തൊഴലും പെട്ടി പൈസകളിലൊക്കെ കഴിഞ്ഞു. അപ്പോൾ മകരം 1-നാണ് ഇവിടുത്തെ ഉത്സവം. 1-ാം തീയതി തൊട്ട് പിറ്റേന്ന് രാവിലെ വരെയാണ് ഉത്സവം. എല്ലാ പ്രാവശ്യത്തെമാതിരി ഇപ്രാവശ്യം നല്ല ആളാട്ടോ, നല്ല ജനങ്ങളുണ്ട്. കുഞ്ഞോളെ പേടിച്ചിട്ട് ആളെടേ പോയി നിൽക്കുന്നത്. എല്ലാ ദേശക്കാരും കൂടി ചേർന്നിട്ടാണ് കേട്ടോ ഈ ഉത്സവം നടത്തിപ്പോരുന്നത്. മാറ്റണ്ടോ കുട്ടിക്ക് നിൽക്കുണ്ടോ? അതിപ്പോ കൊടുത്ത് മൂപ്പര് പറഞ്ഞു.
അപ്പോൾ ഓരോ ഭാഗത്ത് തീയൊക്കെ കൂട്ടി ഇങ്ങനെ പായൊക്കെ ഇട്ടിരിക്കുന്നത് ഓരോ ദേശക്കാരാണ് കേട്ടോ. അത് തീ കൂട്ടിയിരിക്കുന്നതിന് എന്തോ ഒരു ഐതിഹ്യമുണ്ട്, അതെനിക്ക് പറഞ്ഞു തരാൻ അറിയില്ല കേട്ടോ.